another day with our sweet Jesus, walking with the beautiful Holy Spirit on Arise and Shine. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്റെ യേശു എത്ര നല്ലവനാണ്, എന്റെ യേശു എത്ര സുന്ദരനായിരിക്കും അല്ലേ? Of course. അതൊന്ന് പാടിയേ. ഓ എൻ പ്രിയൻ ഇപ്പോൾ സുന്ദരനായ
സ്നേഹിതരേവരും വെടിഞ്ഞാൽ, അത് യേശുവിനോട് നീ പറഞ്ഞാൽ, സ്നേഹിതരില്ല ആ കുരിശിൽ. When he was on that cross, പെട്ട പാടുകൾ എന്നും താൻ കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെ. എന്നെ നന്നായി നടത്തും എന്റെ വീട്ടിൽ ചേരും വരെ എന്ന് പറഞ്ഞാൽ എന്നെ ജയകരമായി ഈ ലോകത്തിൽ നടത്തുമെന്ന്. ഒന്ന് പറഞ്ഞേ, എന്റെ ഇന്നത്തെക്കാളും അനുഗ്രഹമായിരിക്കും നാളെ, എന്റെ നാളത്തെക്കാളും അനുഗ്രഹമായിരിക്കും മറ്റന്നാള്, എന്റെ മുന്നോട്ടുള്ള നാളുകൾ എന്നുവരെ എന്നെ വീട്ടിൽ ചേർക്കും വരെയും എന്നെ നന്നായി നടത്തും. ലോകാവസാനത്തോളം എല്ലാ നാഴികയിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ നല്ല യേശു. He is our good friend. He is our Father. He is our Father. നമ്മുടെ ഇടയനാണ്. എത്ര പേർ പറയും യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്. എല്ലാവരും ചേർന്ന് ആമേൻ. യേശുയാ എന്റെ ഇടയനാകുന്നു, യേശുയാ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, നമുക്ക് മുട്ടുണ്ടാകില്ല, നമുക്ക് മുട്ടുണ്ടാകില്ല. ഇതിന്ന് പാടുന്നവർക്ക് ഒരു മുട്ടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് പാടുന്നവർക്ക് ഒരു മുട്ടും ഒരു സാഹചര്യത്തിൽ. ഇതാർക്കു വേണ്ടി, ആർക്കു വേണ്ടി? സങ്കീർത്തനം 23 അല്ല, ഇത് ജീവിത കഥയാണ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ if you ask everyone here at Heavenly Feast, സ്വർഗീയ വിരുന്ന് സഭയിൽ അല്ല, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ അവർ ഭക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ Arise and Shine, Inner Chamber, Under His Wings ഒക്കെ ഈ ദിവസങ്ങളിൽ കാണുന്നവരോട് ചോദിച്ചാൽ 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാലും അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ. So many, and they are all saying about miracles. Why? എന്തുകൊണ്ട്? കാരണം it is him who is leading us. യേശുയാഹന്റെ. ഒന്ന് പറഞ്ഞേ ഇന്ന് രാവിലെ ഒരു കർത്താവിന്റെ സന്തോഷം വ്യാപരിക്കുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞേ, യേശുയാഹ എന്റെ ഇടയൻ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തു, കൈ. യേശുയാഹ എന്റെ ഇടയൻ.
എനിക്ക് ഒരു മുട്ടും നന്ദി. ഫേസ്ബുക്ക്, യൂട്യൂബും ACV ഉത്സവത്തിൽ നിന്ന് കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു സന്തോഷ വാർത്ത, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എബ്രായർ 13:5 ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ നല്ല കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തെയും തകർക്കാൻ ശക്തനാണെന്നുമുള്ള ഓർമ്മയിൽ ഈ ദിവസം സന്തോഷത്തോടെ നമുക്ക് തുടങ്ങാം. ഇന്ന് അറൈസ് ആൻഡ് ഷൈനിൽ ടെസ്റ്റിമണി പറഞ്ഞ നമ്മുടെ ഹെവൻലി ബീച്ച് ദോഹ സഭയിലെ സിബി ബ്രദർ ആണ്. മെസ്സേജ് എടുക്കുന്നത് ഹെവൻലി ബീച്ച് പത്തനംതിട്ടയിൽ നിന്നും റെജി ബ്രദർ ആണ്. തുടർന്ന് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹെവൻലി ബീച്ച് ദോഹ സഭയിലെ റെനി ബ്രദർ ആണ്. റെനി ബ്രദർ, ഓവർ ടു യു. താങ്ക് യു നവീൻ ബ്രദർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ എറൈസ് ആൻഡ് ഷൈൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സാറാ സിസ്റ്ററിന്റെ അപ്പ, അമ്മ സമിത് ആൻഡ് കെസിയ കോലഞ്ചേരിയാണ്. നമുക്ക് ഒരു നിമിഷം സാറാ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാപ്പി ബർത്ത്ഡേ സാറാ സിസ്റ്റർ. പ്രിയ പിതാവെ, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദി കർത്താവെ. ഞങ്ങൾ ചേർന്ന് സാറാ സിസ്റ്ററിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഈ പുതിയ വർഷം കർത്താവെ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. ഞങ്ങൾ ഈ വർഷം കേട്ട ദൂത് പോലെ തന്നെ ഇയർ ഓഫ് ഓപ്പൺ ഡോർസ് കർത്താവെ ഞങ്ങൾ ചേർന്ന് പറഞ്ഞു വിടുമ്പോൾ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിക്കാം, ആനന്ദിക്കാം. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നല്ലോ. അതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 91-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കർത്താവിനെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. കർത്താവിന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഇന്ന് സിബി ബ്രദർ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ ഓരോ സാഹചര്യങ്ങൾ, കർത്താവിനെ അറിയുന്നതിന് മുമ്പും അതിനുശേഷവും താങ്കളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് സിബി ബ്രദർ ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യും. താൻ ചെറുപ്പം മുതൽ തന്നെ ആക്സിഡന്റുകളുടെ ഒരു പരമ്പര തന്നെ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ അവിടെയെല്ലാം കർത്താവ് തന്നെ ഉള്ളംകരങ്ങളിൽ വഹിച്ചു. ഇന്ന് സിബി ബ്രദർ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സിബി ബ്രദറിന്റെ വാമൊഴിയായി തന്നെ നമുക്ക് ആ സാക്ഷ്യങ്ങൾ കേൾക്കാം. അതിനായിട്ട് സിബി ബ്രദറിനെ ക്ഷണിക്കുകയാണ്. ഓവർ ടു സിബി ബ്രദർ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സിബി. ഞാൻ ഹെവൻലി ബീസ്റ്റ് ദോഹ ചർച്ചിലെ മെമ്പറാണ്. ഞാനിവിടെ ഖത്തറിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഈ ഒരു മീറ്റിംഗിൽ പോരാതെ വരും. അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കർത്താവിനെ അറിയുന്നതിന്റെ മുന്നേ എൻ്റെ ചെറുപ്പം തൊട്ട് ഒത്തിരി അപകടങ്ങള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷക്കണക്ക് വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണേ. വർഷത്തിൽ ഒരു മിനിമം ഒരു അപകടം ഇല്ലാത്ത വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്നെ പുറത്തോട്ടൊക്കെ വിടാനൊക്കെ വീട്ടിലെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഭയങ്കര ഭയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല. ഞാൻ ഒറ്റ മോനാ വീട്ടില്. വീട്ടിലെ അമ്മ പ്രാർത്ഥനയ്ക്കും എല്ലാം പോകുമായിരുന്നെങ്കിലും ഞങ്ങൾ ഈ ഒരു വിശ്വാസത്തിലോട്ട് ആരും വന്നിട്ടില്ലായിരുന്നു.
ആ ഒരു സമയത്ത് ശരിക്കും എൻ്റെ 1.5 വയസ്സ് തൊട്ട് എൻ്റെ ജീവിതത്തിലെ അപകടങ്ങൾ തുടങ്ങിയതാണ്. 1.5 വയസ്സിൽ ഞാൻ വീണെൻ്റെ കൈ പ്ലാസ്റ്റർ ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞ് 6-7 വയസ്സുള്ള സമയത്ത് ഒരു സൈക്കിൾ അപകടം ഉണ്ടായി. ഞാൻ വലിയ സൈക്കിള് പോയി ചവിട്ടി. ആ സൈക്കിൾ അപകടത്തിൽ ഞാൻ ഭയങ്കര ഹൈറ്റിൽ വീണ് എൻ്റെ നെഞ്ചും തലയും എല്ലാം അടിച്ച്. പക്ഷെ അവിടുന്നെല്ലാം കർത്താവ് തൻ്റെ പൊന്നു കരത്തിൽ വഹിച്ചു എന്ന് എനിക്ക് ആ സമയത്ത് അറിയത്തില്ലെങ്കിലും ഞാൻ വിശ്വാസത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം പുറകോട്ട് ചിന്തിച്ചു നോക്കിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി എൻ്റെ ഓരോ നിമിഷങ്ങളിലും ആ കർത്താവ് തൻ്റെ പൊന്നു കരങ്ങളിൽ എന്നെ വഹിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. സ്വോത്രം. അന്ന് ആ സൈക്കിളിൽ നിന്ന് വീണിട്ടും എൻ്റെ ദേഹത്തെല്ലാം പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള ഒരു നീരോ ഒന്നും അന്ന് എനിക്ക് വരുവാൻ കർത്താവ് അനുവദിച്ചില്ല. സ്വോത്രം. അതും കഴിഞ്ഞ് ഞാൻ കുറച്ച് വലുതായി. ഒരു 12 കഴിഞ്ഞ സമയത്ത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പുറത്ത് ഫ്രണ്ട്സിനോടൊപ്പം പോയി തുടങ്ങി. അതുവരെ എന്നെ അങ്ങനെ 10 വരെ എന്നെ പുറത്തോട്ടെങ്ങും വിടത്തില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാരം ഉണ്ടായത്. കാരണം എനിക്ക് വീട്ടിൽ കളിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വെളിയിലും എന്നെ വിടത്തില്ല. അപ്പൊ എനിക്ക് ആകപ്പാടെ എല്ലാവരോടും അങ്ങ് ദേഷ്യമാ. എനിക്ക് മറ്റുള്ള എൻ്റെ കൂട്ടുകാര് സന്തോഷിക്കുന്ന പോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. വീട്ടില് എനിക്ക് അതുപോലെ റെസ്ട്രിക്ഷൻ തരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അന്ന് വീട്ടില് അമ്മയ്ക്ക് പേടിയാ. ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാ എന്തെങ്കിലും ഒപ്പിച്ചോണ്ടേ ഞാൻ തിരിച്ചു വരുവുള്ളൂ. അത് ഞാൻ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതല്ല. ദുഷ്ടൻ എന്നെ അന്ന് ആ സമയങ്ങളിൽ ഓരോന്ന് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പോടെ പറയും നമ്മുടെ കൂട്ടത്തിൽ കർത്താവുണ്ട്, നമുക്കെതിരായിട്ട് ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ നമുക്ക് ആ സദ്വർത്തമാനം പറഞ്ഞു തരാൻ നമുക്ക് ആരുമില്ലായിരുന്നു. ആ സമയങ്ങളിൽ അമ്മ പുറത്തു പോകുമ്പം ദൈവമേ ഇവൻ ഇനി എന്ത് ഒപ്പിച്ചോണ്ടാ തിരിച്ചു വരുന്നേ എന്ന് ചിന്തിച്ചോണ്ടാ എന്നെ പുറത്തോട്ട് വിടുന്നത്. ഒരു സ്കൂളിൽ പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് പേടിയാ. ദൈവമേ വൈകിട്ട് വരുമ്പം ഏത് വിധത്തിലാ വരുന്നേ. ആ ഒരു രീതിയായിരുന്നു ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ 10ാം ക്ലാസ് 10 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ വലയമെല്ലാം ഭേദിച്ച് ഞാൻ തന്നെ പുറത്തിറങ്ങി തുടങ്ങി. ഞാൻ വഴക്കുണ്ടാക്കി ഞാൻ പുറത്ത് കൂട്ടുകാരോടൊത്ത് ഇറങ്ങി. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഓരോന്ന് ചെയ്തു തുടങ്ങി. അങ്ങനെ 12 കഴിഞ്ഞ അവധി സമയങ്ങളിൽ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ കറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരിക്കലും വിടത്തില്ല. അങ്ങനെ വീട്ടില് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ധ്യാനത്തിന് പോകുന്നുണ്ട്, അപ്പൊ ആ ധ്യാനത്തിന് ഞാനും കൂടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടില് പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. മോൻ നല്ല വഴിയിലാണല്ലോ പോകുന്നത്. അങ്ങനെ വീട്ടിൽ കള്ളം പറഞ്ഞ് ഞാൻ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇറങ്ങി. അവരൊരു സ്കോർപിയോ റെന്റ് എടുത്തിട്ടാ ഇറങ്ങിയത്. ഞങ്ങള് തേക്കടിയിലെല്ലാം പോയി, തേക്കടിയൊക്കെ കറങ്ങി തിരിച്ച് കുട്ടിക്കാനം തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയങ്ങളിൽ വണ്ടിയെല്ലാം നല്ലതായിട്ട് ഓടിക്കാൻ അറിയാം, ലൈസൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്നോട് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ പോലും പോയില്ല. ആ ഇറക്കത്ത് വെച്ചിട്ടായിരുന്നു. ഞാൻ ഓടിച്ചു തുടങ്ങി. ആദ്യത്തെ വളവ് വന്ന് ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പം ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് പെഡല് വെറുതെ താഴോട്ട് പൊക്കോണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകപ്പാടെ എല്ലാരും പാനിക്കായി. ആ സമയത്ത് ശരിക്കും ന്യൂട്രലും കൂടെ ആയിരുന്നു. ഗിയറിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു കൺട്രോൾ കിട്ടിയേനെ. ന്യൂട്രലിലായിരുന്നുകൊണ്ട് ആ വണ്ടി ഉള്ളതിലും സ്പീഡ് കൂടി ആ ഇറക്കമായിരുന്നുകൊണ്ട് അങ്ങനെ വണ്ടി
ഒരു അടുത്ത വളവ് വന്നപ്പോഴത്തേനും മറിയുന്ന രീതിയിൽ ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ മറിയുന്ന രീതിയിൽ ഇങ്ങനെ 2 വീല് നിന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് നേരെ നിയന്ത്രണം വിട്ട് സൈഡിലെ ഇടിയിലോട്ട് ഇടിച്ചിട്ട് എല്ലാവർക്കും അറിയാം, ഈ കുട്ടിക്കാനം ഇറങ്ങുന്ന ഇറക്കത്തിന്റെ ഒരു സൈഡ് മൊത്തം കൊക്കയാണ്. അപ്പൊ ഈ ഒരു ഇടിയിൽ ഇടിച്ച് തിരിച്ച് നേരെ റിവേഴ്സ് വന്ന ആ കൊക്കയിലോട്ടാണ് ഈ വാഹനം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് പുറകിലിരുന്ന ഒരു കൂട്ടുകാരന് ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ തോന്നി. അവനങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു. ആ കൊക്കയിൽ വീണില്ല എന്നുള്ള രീതിയിൽ ആ വാഹനം വന്ന് അവിടെ നിന്നു. സോദരം, അന്നും എന്റെ ഉള്ളിൽ ഒരു ഉറപ്പില്ല എങ്ങനെയാ ഞാൻ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ഉറപ്പുണ്ട്, കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ നിമിഷങ്ങളിലും. ഞാൻ മറത്തുപോയ ആ സമയത്തും കർത്താവ് എന്റെ കൂടെ ഒരു പ്രിയ സഖിയായിട്ട് എന്നെ തന്റെ പൊന്ന് കരത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വലിയ അപകടത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. വീട്ടിൽ ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. എനിക്ക് റെന്റിന്റെ ആൾക്കാർ വീട്ടിൽ വന്ന് വലിയ പ്രശ്നമായി. വീട്ടിൽ ഒത്തിരി നഷ്ടങ്ങളും എല്ലാം ഉണ്ടായി. പക്ഷെ അതിന്റെ ഒരു എഫക്റ്റിൽ കുറച്ചു നാള് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടുകാർ പറയുന്ന എല്ലാം കേട്ടിരുന്നു. പിന്നെയും ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ ജീവിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിക്കാനത്താണ് ഞാൻ കോളേജിൽ ചേർന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ അവിടെ ചേർന്നു. ചേർന്നപ്പോൾ തൊട്ട് ഞാൻ ബൈക്കും കൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ വഴികളെല്ലാം എല്ലാ ആഴ്ചയിലും ഞാൻ ബൈക്കിൽ പോയി വരും. ആ ഒരു സമയത്ത് ആ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഞാൻ ആ ബൈക്ക് സ്ലോ ആയിട്ട് എനിക്ക് ഓടിക്കാൻ എനിക്ക് ശീലമില്ലായിരുന്നു. അത്രയും സ്പീഡിലാണ് ഞാൻ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം കയറിക്കൊണ്ടിരുന്ന ഒരു വലിയൊരു വളവിന്റെ അടുത്ത് വന്നപ്പോഴത്തേനും ബൈക്ക് സ്കിഡായി. ബൈക്ക് പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആ കറക്റ്റ് റോഡിന്റെ നടുക്ക്, ആ വളവിന്റെ നടുക്ക് തന്നെ വീണു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു സമയത്ത് ആ വഴി കൂടെ ഒറ്റയൊരു വണ്ടി പോലും, അല്ലെങ്കിൽ ആ കുട്ടിക്കാനം ആ ഇറക്കമെല്ലാം ബസ്സുകളും വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞു വരുന്ന സ്ഥലമാണ്. പക്ഷെ കർത്താവിന്റെ കൃപ എന്ന് പറയട്ടെ, ആ ഒരു സമയത്ത് ഒറ്റയൊരു വണ്ടി പോലും വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ വളവിന്റെ അവിടെ കിടക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും എൻ്റെ മേലെ കയറി ഇറങ്ങും. പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്തു. അവിടെ ഒരു വണ്ടി പോലും വന്നില്ല. എനിക്ക് അത്ഭുതകരമായി കർത്താവിനെ അവിടുന്ന് വിടുവിച്ചു. പക്ഷെ അന്ന് ആ വീഴ്ചയിൽ എൻ്റെ കാല് ഫ്രാക്ചറായി. 1 മാസത്തോളം ഞാൻ കട്ടിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ആ സമയങ്ങളിൽ ഞാൻ ലോകപ്രകാരം എങ്ങനെയൊക്കെ ജീവിക്കാമോ അങ്ങനെല്ലാം ഞാൻ എവിടൊക്കെ സന്തോഷം കിട്ടുമോ മാക്സിമം ഞാൻ 10 വരെ അനുഭവിക്കാത്ത സന്തോഷം എനിക്കിനിയും മിസ്സാവരുത് എന്നുള്ള ഒരു വാശിയായിരുന്നു എനിക്ക്. ഞാൻ ഈ ലോകപ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ആ സമയങ്ങളിൽ ചെയ്തു. എനിക്ക് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെങ്കിലും എനിക്ക് യേശു എന്താണെന്നോ ബൈബിൾ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് ബൈബിൾ വായിക്കാൻ പറയുമ്പം ഞാൻ 117 സങ്കീർത്തനം എടുത്ത് വായിക്കും. എനിക്ക് അത് മാത്രമാണ് ബൈബിളിൽ എടുക്കാൻ അറിയുന്നത്. കുറെ ദിവസം ഈ സെയിം വാക്യം വായിക്കുമ്പം പിന്നെ അമ്മ വഴക്ക് പറയുമ്പോൾ ഞാൻ പിന്നെ പുറകോട്ട് തിരിച്ച് 100 സങ്കീർത്തനം അല്ലെങ്കിൽ 101 സങ്കീർത്തനം ഇങ്ങനെ ഞാൻ സൈസ് നോക്കിയിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നും വായിക്കുന്നത് ഏതാ ഒന്നും എനിക്കറിയത്തില്ല. വെറുതെ അമ്മ പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് വായിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ആ കർത്താവുമായിട്ട് ഒരു ബന്ധവും ആ സമയത്തില്ല. ഞാൻ ആ ലോകത്തിന്റെ മോഹം തേടി പോയ സമയത്ത് ഞാൻ മദ്യപാനത്തിന് അടിമയായി. പുകവലിക്ക് ഞാൻ അടിമയായി. എനിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് ഞാൻ വാങ്ങിച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് എങ്ങനെയും വലിച്ചു തീർക്കണം.
തീർത്തില്ലെങ്കിൽ ഒരു വാശിയാ അന്ന്. ആ ഒരു ദിവസം ഞാൻ കിടക്കുന്നതിന്റെ മുന്നേ തീർക്കണം എന്നുള്ള ഒരു വാശി. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ വെച്ചിരുന്നു. രാവിലെ ഇങ്ങനെ ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം, അങ്ങനെ ഉച്ചയ്ക്ക് ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം, അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് കറക്റ്റ് ഞാൻ ആ ഒരു പാക്കറ്റ് മൊത്തം തീർക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ആ ഒരു സമയങ്ങളിൽ, ഞാൻ ആ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇത്രയും എത്രയൊക്കെ ചെയ്താലും എൻ്റെ അമ്മയുടെ ആ ഒരു പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് ഓരോ നിമിഷവും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നീട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു അത്ഭുതം മനസ്സിലാവുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്ന ഓരോ സംഭവങ്ങളിലും കർത്താവ് കൂടെ ഉണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമായി ആ അപകടങ്ങളിൽ നിന്നെല്ലാം കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചത്. സ്വതന്ത്രം. വീണ്ടും എനിക്ക് ഒരു 1-2 വർഷം കഴിഞ്ഞ ഒരു 2009 സമയത്ത് എനിക്ക് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാനൊരു വാഹനം വീട്ടിൽ വാങ്ങിപ്പിച്ചു. ഒരു ലാൻസർ കാറായിരുന്നു അത്. അത് വാങ്ങിച്ച് 2 ആഴ്ച തികയുന്നതിന് മുന്നേ ഞാൻ കോളേജിൽ എനിക്ക് പരീക്ഷയായിരുന്ന സമയത്ത്, ഒരു മഴ സമയമായിരുന്നു, മെയ് ജൂൺ ആ ഒരു സമയത്തായിരുന്നു. മഴയായിരുന്നോണ്ട് ബൈക്ക് എനിക്ക് എങ്ങനെയും എനിക്ക് കാർ ഒന്ന് കോളേജിൽ കൊണ്ടുപോകണം. അപ്പൊ അതിന് വീട്ടിൽ പറഞ്ഞു, ബൈക്കിൽ പോയാല് ഒത്തിരി മഴ നനയും, പരീക്ഷയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ നോക്കിയപ്പം ശരിയാ, ബൈക്കിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം, കാറാകുമ്പം സേഫ് ആണല്ലോ എന്നുള്ള രീതിയിൽ അമ്മയും മനസ്സോടെ പൊക്കോ എന്ന് പറഞ്ഞു. എന്നെ വിട്ടു. ഞാനും ഒരു 4 ഫ്രണ്ട്സും കൂടെ, ഞങ്ങൾ 5 പേര് കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് മുണ്ടക്കയത്തിന് മുന്നേ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വഴിയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല സ്പീഡായിരുന്നു. ഒരു ലോറി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ ലോറിക്കാരൻ എന്റെ സൈഡിലോട്ട് വെട്ടിച്ചപ്പോഴത്തേനും ആ ലോറി ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാനും വെട്ടിച്ചു കഴിഞ്ഞപ്പോ മഴയായിരുന്നോണ്ട് പുറത്തിറങ്ങി ആ പുല്ലിന്റെ മേളിൽ കയറി നിയന്ത്രണം കിട്ടിയില്ല. ആ സ്പീഡ് കാരണം സൈഡിലുള്ള മതിലില് ഇടിച്ച് വണ്ടി മേളിൽ കയറി തിരിച്ച് ഇറങ്ങി വന്ന് ഒരു 4-5 കറക്കം കറങ്ങി ബാക്കും മതിലിൽ ഇടിച്ചു, വീണ്ടും കറങ്ങി. അതുപോലത്തെ സ്പീഡായിരുന്നു. അങ്ങനെ കറങ്ങി ആ നടു റോഡിൽ വന്ന് കിടന്നു. പക്ഷെ കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാല്, അത്രയും വലിയൊരു ഭീകരമായ അപകടം ഉണ്ടായിട്ട് അതുവഴി വന്നവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വാഹനത്തിലുള്ള ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? ഞങ്ങൾ ആ സൈഡിൽ നിൽക്കുമ്പോഴാ അവിടെ കൂടിയ ആൾക്കാരോട് ഓരോരുത്തർ വന്ന് ചോദിക്കുന്നത്. ആ വാഹനം ഞങ്ങൾക്ക് ടോട്ടൽ ലോസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അതുപോലെ പണിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ വാഹനം വന്നു. എങ്കിലും എനിക്കൊരു ചെറിയ, എൻ്റെ താടിയുടെ അവിടെ ഒരു ചെറിയ മുറിവും ചുണ്ടത്തൊരു 2 സ്റ്റിച്ചും അല്ലാതെ വേറെ ഒരു കുഴപ്പവും എനിക്ക് ആ ആക്സിഡന്റിൽ ഉണ്ടായില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരിൽ ഒരാൾക്ക് മാത്രം തലയുടെ പുറയിൽ ഒരു ചെറിയ മുറിവ് മാത്രമല്ലാതെ വേറെ ഒരു കുഴപ്പവും ഉണ്ടാവാൻ കർത്താവ് അനുവദിച്ചില്ല. കർത്താവ് തന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായിരുന്നു ആ കാറിനുള്ളിൽ ഇരുന്ന ഞങ്ങൾ 5 പേരെ. കാരണം നമുക്കറിയാം, നമ്മള് കൊണ്ടുപോയിട്ട് കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കതൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇരിക്കും. പക്ഷെ കർത്താവ് അതിനൊന്നും അനുവദിച്ചില്ല. എന്നെ അത്ഭുതകരമായ ആ ഒരു സംഭവത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അതിനു മുന്നേ, ഈ ഒരു സംഭവത്തിന് മുന്നേ വരെ ഓരോ എൻ്റെ കൊച്ചിലെ തൊട്ടേ അമ്മ പല ദൈവദാസന്മാരുടെ അടുത്തും എന്നെ കൊണ്ടുപോകായിരുന്നു, എന്നെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി. പക്ഷെ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും എനിക്ക് ഈ വിശ്വാസികളോടുള്ള വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. എൻ്റെ വീട്ടില് പപ്പായും അമ്മയും 2006-2007 കാലഘട്ടങ്ങളിൽ ഇവിടെ ഖത്തറിലെ ഹെവൻലി ഫീസില് ചേർന്നു. അവര് സ്നാനപ്പെട്ട കാര്യം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്നാ ഞാൻ തിരിച്ചു പറഞ്ഞത്. എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ ഒരു തോന്നൽ
തോന്നലായിരുന്നു എനിക്ക്. ആ ഒരു അങ്ങനെ ഒരു മനോഭാവത്തിൽ ഞാൻ നടന്ന സമയങ്ങളായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കല്ലുപ്പാറയിലാണ് വീട്. അപ്പം തിരുവല്ല ചർച്ചിൽ പോകുമ്പം ഞാൻ പോകത്തില്ല, പപ്പായും അമ്മയും പോകുമ്പം തിരുവല്ല ചർച്ചിൽ അന്ന് നവീൻ ബ്രദറാ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. നവീൻ ബ്രദറിനോട് അമ്മ പറയും, മോനെ എങ്ങനെയും ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ നവീൻ ബ്രദർ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരും. പക്ഷെ നവീൻ ബ്രദർ ഒത്തിരി ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അന്നത്തെ ആ ഒരു ഇത് മനോഭാവത്തിൽ ഞാൻ അതിനൊന്നും ചെവി കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ലാൻസറിന്റെ അപകടം നടന്നതോടുകൂടി എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി. ആ കർത്താവിന്റെ കരം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടെന്ന് എനിക്കൊരു ഒരു ചെറിയൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായി. എങ്കിലും വീണ്ടും ഞാൻ എൻ്റെ പഴയ വഴിയിലേക്ക് പോയി. ഞാനങ്ങനെ ഖത്തറിലേക്ക് 2011 അവസാനം ഖത്തറിലേക്ക് കടന്നു. ഞങ്ങളൊന്ന് ഇടപെട്ടോട്ടെ. സിബി ബ്രദർ, ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു സാക്ഷ്യം. വിവിധ സമയങ്ങളിലായിട്ട് വിവിധ ആക്സിഡന്റുകൾ സംഭവിക്കുന്നു. ഇവിടെ നിന്നെല്ലാം കർത്താവ് സിബി ബ്രദറിനെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ സിബി ബ്രദറിന് ശരിക്കും മനസ്സിലായില്ല. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവര് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് നിൽക്കുന്നവരായിരുന്നു. അപ്പം സിബി ബ്രദർ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പം മുതലാണ് സിബി ബ്രദറിന്റെ ജീവിതത്തിൽ കർത്താവാണ് അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങിയതെന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്? ഒന്ന് ഷെയർ ചെയ്യാമോ? ബ്രദറെ, ഞാൻ ഇവിടെ ഖത്തറിൽ വന്ന് 2011 ഒരു സെപ്റ്റംബർ ലാസ്റ്റിലാണ് ഖത്തറിൽ വരുന്നത്. അത് കഴിഞ്ഞ് ജോലി നോക്കി വന്നു. 2-3 മാസം നോക്കി, ഒന്നും ശരിയാകുന്നില്ല. ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ല. അങ്ങനെ ഡിസംബർ അവസാനത്തെ ചർച്ച് മീറ്റിംഗിൽ അമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. എനിക്ക് ചർച്ച് മീറ്റിങ്ങിനൊന്നും പോകുന്ന ഇഷ്ടമല്ല, പക്ഷെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ പോയി. ആ ഡിസംബർ 30-ന്റെ മീറ്റിംഗ്, ഫ്രൈഡേ മീറ്റിംഗിൽ ജോസി ബ്രദറാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജോസി ബ്രദർ ശുശ്രൂഷിച്ചപ്പം അന്ന് ജോസി ബ്രദർ എടുത്ത വചനം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമായിരുന്നു. ആ 5-ാം അധ്യായത്തിൽ ആ ശിമോൻ പത്രോസ്, നമുക്കെല്ലാം അറിയാം ആ ശിമോൻ പത്രോസിനെ പറ്റി അതിൽ ആ ഒരു വചനത്തിൽ പറയുന്നത്. ആ വചനം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചോദ്യം ജോസി ബ്രദർ എല്ലാവരോടുമായിട്ട് ചോദിച്ചു. ഇതിൽ ശിമോൻ പത്രോസ് വിശ്വാസത്തിൽ, ആ യേശുവിനോടുള്ള വിശ്വാസത്തിൽ പറയുന്ന പോലെ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും അങ്ങനൊന്ന് വലയിറക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു കാര്യങ്ങളും മനസ്സിലായില്ല, ആ പറയുന്ന വചനങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് കയറി. എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, ആ വലയിറക്ക്, നീ സ്നാനപ്പെട്. ആ സമയത്ത് എനിക്ക് സ്നാനം എന്താണെന്നറിയത്തില്ല, യേശു എന്താണെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുക, സ്നാനപ്പെട്. അങ്ങനെ ആ വിളി, ആ ഒരു തോന്നല് കൊണ്ട് ഞാൻ വീട്ടില് പപ്പയോടും അമ്മയോടും അന്ന് രാത്രി തന്നെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടപ്പം എൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും കേൾക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന വാക്കാണ് അവർ കേട്ടത്. അവർക്ക് തന്നെ ഒരു ഞെട്ടലായി പോയി. അവർ കേട്ടപ്പോ തന്നെ അവര് ശരിക്കും പറഞ്ഞാൽ കരയുവാ ചെയ്തത്. അത് കേട്ട് ഉടനെ ജോസിബറിനെ വിളിച്ചപ്പോൾ ജോസിബർ പറഞ്ഞു, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാ, നമുക്ക് നാളെ തന്നെ സ്നാനപ്പെടുത്താം. അങ്ങനെ 31-ാം തീയതി രാത്രിയിൽ ഞാൻ സ്നാനപ്പെട്ടു. ആ സ്നാനക്കുളത്തിൽ മുങ്ങി ഞാൻ പൊങ്ങി വന്നപ്പോ തന്നെ എനിക്ക് തന്നെ ആ ഒരു മാറ്റം എനിക്ക് തോന്നി. ഞാൻ പൂർണ്ണനായി ഒരു പുതിയൊരു മനുഷ്യനാകുന്നത് എനിക്ക് തന്നെ തോന്നല. അതിനു മുന്നേ ഭയങ്കര ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഒരു പുതിയ മനുഷ്യനായി തന്നെ മാറി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം ഞാൻ പുറകോട്ട് ചിന്തിച്ചപ്പം ഓരോ നിമിഷവും കർത്താവ് എന്നെ ആ കരത്തിൽ കൊണ്ടു നടന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന്റെ മുന്നേ കർത്താവ് എന്നെ കണ്ടതാണെന്ന് എനിക്ക് അന്ന് ആണ് ഒരു ഉറപ്പ് വന്നത്. സ്തോത്രം. അത് കഴിഞ്ഞപ്പം ശുശ്രൂഷയിലാണെങ്കിലും എല്ലാത്തിലും കർത്താവ് എന്നെ ഏറ്റവും അത്ഭുതകരമായി വഴി നടത്തി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു, അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറ എനിക്ക് തന്നു.
ഞാൻ ആ ശുശ്രൂഷയിൽ കയറുന്നത് തന്നെ വലിയൊരു കർത്താവിന്റെ കൃപയാ. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അബുദാബിയിലുള്ള വർഗീസ് ബെറ എന്നെ നിർബന്ധിച്ച എന്നെ സ്റ്റേജിലേക്ക് കയറ്റുന്നത്. ആ സ്റ്റേജിൽ കയറുമ്പം എനിക്ക് കയറാൻ ഭയങ്കര പേടിയാ. ആ സമയത്തൊക്കെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര പേടിയാ ആൾക്കാരെ ഫേസ് ചെയ്യാനും. ഒരു നാണം പോലെ ഉള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ ചെറുപ്പത്തില്. സ്കൂളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ എന്നെ ടീച്ചർമാർ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റി ഒരു പാട്ട് പാടാൻ പറയും. എനിക്ക് നല്ലപോലെ അറിയാവുന്ന പാട്ടാ. പക്ഷെ എങ്കിലും ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കരഞ്ഞ് തിരിച്ച് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ എനിക്ക് നല്ലപോലെ അറിയാം എനിക്ക് പറ്റത്തില്ല, സ്റ്റേജിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവദാസൻ നിർബന്ധിച്ച് കയറ്റിയതാണെങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആ ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കാനും വർഷിപ്പ് ചെയ്യാനും, ഇപ്പോ വർഷിപ്പ് ചെയ്യാൻ കയറുമ്പോൾ എനിക്കറിയാം ഞാനാണെങ്കിൽ എന്റെ സ്വയമേ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളാൽ അസാധ്യമായതൊന്നുമില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായതൊന്നുമില്ല. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ ഇന്ന് കേൾക്കുന്ന അനേക മാതാപിതാക്കൾ, വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ച് ആ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ തലമുറ അനുഗ്രഹമായി തന്നെ വരും. നിങ്ങളുടെ തലമുറ ആ കർത്താവിനെ എത്രയും വേഗം കർത്താവിനെ അറിയും. അതുപോലെ തന്നെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ കിട്ടുന്ന സന്തോഷത്തെക്കാളും ഏറ്റവും വലിയ സന്തോഷം ആ കർത്താവിനെ അറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം. ഹല്ലേലൂയ. അത് രുചിച്ചറിഞ്ഞ ഒരാളാ ഞാൻ. അത് ശരിക്കും ഇപ്പോൾ രുചിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. എന്നെ ആ കർത്താവ് ആ ജോലിയിൽ ഉയർത്തി, ശുശ്രൂഷയിൽ ഉയർത്തി. ആ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഉയർച്ച മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. താഴ്ച ഒരിടത്തും വരുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ വചനത്തോട് സിബി ബ്രദർ പ്രതികരിച്ചപ്പോൾ മുതൽ സിബി ബ്രദറിന്റെ ജീവിതം മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ സിബി ബ്രദർ വീട്ടിൽ ചെല്ലുമ്പോൾ സിബി ബ്രദറിന്റെ ഉള്ളിൽ സ്നാനപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അന്നും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ മുതൽ അതിനുശേഷം തന്റെ ഭാരമെല്ലാം മാറിപ്പോയി. പിന്നീട് 8 മാസം ജോലി ഇല്ലാതിരുന്നിട്ട് പോലും സിബി ബ്രദറിന് ഒരു ഭാരവും ഇല്ലായിരുന്നു. കാരണം എന്നെ ആക്സിഡന്റിൽ നിന്ന് വിടുവിച്ചത്, എൻ്റെ ആസക്തികളിൽ നിന്നെല്ലാം, എൻ്റെ മദ്യപാനത്തിൽ നിന്ന്, എൻ്റെ പുകവലിയിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച കർത്താവ് എനിക്ക് ജോലി തരാനും മതിയായവനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ സിബി ബ്രദർ താൻ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങി. ഇന്ന് സിബി ബ്രദർ ഈ ദോഹയുടെ പ്രദേശത്തായിരിക്കും, എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളോട് കൂടെ, ഭാര്യയോട് കൂടെ, മക്കളോട് കൂടെ ഒന്നിച്ച് ദോഹ ചർച്ചിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരിൽ ഒരാളായി സിബി ബ്രദറെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് ഏതെങ്കിലും ഒരു ഭാരത്തോടാണോ ഇരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രയാസത്തോടു കൂടിയാണോ നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു രോഗത്തോടെയാണോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് നിങ്ങൾ ഭാരത്തോടെ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ പുകവലിയോട് മാറ്റാൻ പറ്റാത്ത ആസക്തികൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, അത് മാത്രമല്ല ഇന്ന് കേൾക്കുന്ന ശുശ്രൂഷകര് ഇന്ന് എന്നെ കൊണ്ട് ആ ശുശ്രൂഷ പറ്റുമോ എന്നൊരു പ്രയാസത്തോടെയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. ഇന്ന് ഏതെങ്കിലും വിഷയത്തോട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇവിടെ നിന്നെല്ലാം വിടുവിച്ച സിബി ബ്രദർ ഈ സമയത്ത് ഈ വിഷയങ്ങളായിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയുടെ സ്തോത്രം ചെയ്ത് നശിപ്പിച്ച ഞങ്ങൾ ഒരു മനസ്സോടെ ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നെ കൊണ്ട് ഇന്ന് ഈ സാക്ഷ്യം പറഞ്ഞിട്ട് ഇവിടെ പറയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകര്, പക്ഷെ ഞാൻ കടന്നുപോയ ആ സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ. അനേകര് രോഗത്താൽ, ഈ ചെറുപ്പം തൊട്ട് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അനേകര് ഇതുപോലെ അപകടങ്ങളിൽ നിന്ന് ഭാരപ്പെടുന്നവരുണ്ട്.
ഭാരപ്പെടുന്നവരുണ്ട്, അനേകം മാതാപിതാക്കൾ തൻ്റെ മക്കളെ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരെ എല്ലാം പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങേ നോക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആരുടെ മുന്നിൽ ലജ്ജിക്കുവാൻ അപ്പൻ അനുവദിക്കത്തില്ല. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തന്നെ മാറും. അപ്പന്റെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിന്റെ മക്കളെ നിറയ്ക്കുന്ന കൃപയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അത്ഭുത സാക്ഷ്യമാക്കി മക്കളെ നിർത്തുന്ന കൃപയ്ക്കാൻ നന്ദി. എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന. പക്ഷേ നിന്റെ മക്കളെ അത്ഭുത സാക്ഷ്യമാക്കി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കാൻ നന്ദി. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിബി ബ്രദറെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നാണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാക്ഷ്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹെവൻലി ഫീസ്റ്റ് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 7025999555 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി 7025999555 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാം അല്പസമയം വചനത്തോട് ദൈവ വചനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവ വചനമായിട്ട് കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരും. ഇന്ന് ദൈവവചനം നമ്മളോട് ഷെയർ ചെയ്യുവാനായിട്ട് പത്തനംതിട്ട ഹെവൻലി ഫീസ്റ്റ് സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന റെജി ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. റെജി ബ്രദറിനെ വചനം ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു റെജി ബ്രദർ. താങ്ക് യു റെനിബർ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, തുടർന്ന് കാണാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വർഗീയ വരുന്ന സഭയുടെ ഫൗണ്ടർ പ്രസിഡന്റും എന്റെ ആത്മീയ പിതാവുമായിരിക്കുന്ന കർത്താദാസൻ തമ്പുരാന്റെ പേരിൽ പ്രത്യേകമായ സ്നേഹവും വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒരു വ്യക്തിയെ കുറിച്ച് കർത്താവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് ആ പദ്ധതി നിറവേറ്റുക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനഭാഗമാണല്ലോ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കും. ഇന്ന് ആ സിബുറിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര വലിയ വലിയ അപകടങ്ങളിലൂടെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സമയമെല്ലാം കഴിഞ്ഞു പോയല്ലോ. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മളെ അവൻ തെരഞ്ഞെടുത്തതാണ്. നമുക്ക് കുറിച്ച് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ ഈ പോക്കുപോയാൽ എങ്ങോട്ടാ പോകുന്നത്, എന്നെ എന്തിനാ ദൈവം ജനിപ്പിച്ചത്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഇനി എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കും, വെറുതെ ഒരു നശിച്ച ജീവിതമായി പോലും ഒരു പ്രയോജനം എനിക്കും ഇല്ല, എന്റെ കുടുംബക്കാർക്കും ആർക്കും ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവിടെയൊക്കെ നമ്മളെ കുറിച്ച് നമുക്ക് പദ്ധതി ഇല്ലെങ്കിലും, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഇല്ലെങ്കിലും, നമ്മളെ ജനിപ്പിച്ച, നമ്മളെ സൃഷ്ടിച്ച നാം അവന്റെ കൈപ്പണിയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൈവം ഒരു പ്രത്യേക ഒരു പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറ്റുവാനായിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ പദ്ധതി പൂർത്തിയാവോളം ഫിലിപ്പിലേഖനം അതിന്റെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ തന്നെ സമയം മുന്നോട്ട് പോയതുകൊണ്ട് വായിക്കാം. 1-4 ഫിലിപ്പിലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു ഇരിക്കുന്നു. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം, ഞാൻ ഇപ്പൊ സിബുറിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. നീ തീയിലൂടെ കടന്നുപോയാൽ തീ നിന്നെ നശിപ്പിക്കത്തില്ല. നീ വെള്ളത്തിലൂടെ കടന്നാൽ, നീ നദികളിലൂടെ കടന്നു വരുന്ന നദിയിലെ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. കാരണം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്നെ പേർ ചൊല്ലി വിളിച്ചതാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചതാ, നിന്നെ ഞാൻ ഉണ്ടാക്കിയതാ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ കൈപ്പണിയാണ്. ശ്രദ്ധിച്ച്, നമ്മള് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇത്ര വർഷം അല്ലെ ഇത്ര നാള് ഉപയോഗിക്കുക, ഇങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവവും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനകത്താണ്. അതുകൊണ്ട് നീതിമാന്റെ അർത്ഥങ്ങൾ അസംഖ്യമാണ് എന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ഒത്തിരി പ്രതിസന്ധി ഉണ്ട്. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. ഇന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ അടുത്തത്. ഒരു
ഒരു ഹോസ്പിറ്റലിലോട്ട് പോയി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വന്ന് അത് കഴിയുമ്പോൾ അടുത്ത അസുഖമായിട്ട് വീട്ടിൽ നിന്ന് മറ്റൊരാളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അതല്ലെങ്കിൽ ഒരു അപകടം കഴിയുമ്പോൾ വീണ്ടും കൺവോയ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, അടുത്ത അപകടം വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരികയാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മള് പഴയ നിയമത്തിൽ നമ്മൾ മോശയെ കുറിച്ച് പറയുമ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ 40 ലക്ഷം പേരെ വിടുവിക്കാനായിട്ട് അവരുടെ ജനത്തിന്റെ നിലവിളി ദൈവം കേട്ടു, അവരുടെ കരച്ചില് ദൈവം കണ്ടു. അങ്ങനെ പ്രവാചകനായിരിക്കുന്ന മോശ അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെങ്കിൽ മോശ ജനിക്കുമ്പോൾ അതിസുന്ദരനാണെന്ന് മാതാപിതാക്കൾ കണ്ടു. 3 മാസം വരെ അവര് ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ അതിനുശേഷം അന്ന് ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം, ഇബ്രായരുടെ യഹൂദന്മാരുടെ ആൺമക്കളെ എല്ലാം കൊല്ലണമെന്നുള്ള ഫറവോന്റെ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യാണ്, ഈ മകനെ, സുന്ദരനായിരിക്കുന്ന മകനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. തുടർന്ന് എന്ത് ചെയ്തു, അവർക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം കൽപ്പന അനുസരിച്ചേ പറ്റത്തില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 3 മാസം പ്രായമുള്ള ഈ ചോര കുഞ്ഞിനെ, അല്ലെ, ചിലപ്പോൾ അവര് വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു കുഞ്ഞായിരിക്കാം. അപ്പോൾ എത്രമാത്രം അവർക്ക് ഒരു വേദന ഉണ്ടാവും. ആ കുഞ്ഞിനെ അവർ സ്നേഹിച്ച് നൊന്ത് പ്രസവിച്ച സുന്ദരനായ ആ ഒരു കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടിക്കകത്ത് ആക്കിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ നീളമുള്ള നദിയായ നൈൽ നദിയിലേക്ക് കൊണ്ട് ഒരു ഒഴുക്കി വിടുകയാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മുടെ ഇവിടെ കോഴഞ്ചേരിയിലെ പമ്പയാർ നദി കര കവിഞ്ഞ് ഒഴുകുമ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മുടെ വെള്ളത്തിൽ കൊണ്ട് ഇടുക എന്ന് അതിന്റെ അർത്ഥം അപ്പനും അമ്മയും കൈവിട്ടു, അതായത് മരണത്തിന് ഏൽപ്പിച്ചു, അടക്കത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്നുള്ളതാണ്. അപ്പം മോശയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതീക്ഷയില്ല, എല്ലാം തീർന്നു. ഇനി ഈ മോനെ കുറിച്ച് ഇനി ഞങ്ങൾക്ക് ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മോശയെ ജനിപ്പിച്ച അമ്മയുടെ ഉദരത്തിൽ ഒരു വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. 40 ലക്ഷം ജനങ്ങളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ്. ഇന്ന് സിബൂറിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ എത്ര വലിയ അപകടങ്ങളിലൂടെയൊക്കെ അവിടെ കടന്നില്ലേ. നമ്മൾ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, റോഡിൽ കൂടെ നടന്നു പോയി ബസ് വന്നിടിച്ചു, അല്ലെങ്കിൽ സൈക്കിൾ വന്ന് തട്ടി അവിടെ ആ സ്പോട്ടിൽ മരണപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ സാക്ഷ്യം കേട്ട് ഇന്ന് സിബൂറിനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബേതം കൊടുത്തു, നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി, അപ്പോൾ തന്നെ ദോഹ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിട്ട് ഇന്ന് കർത്താവ് അതിശക്തമായിട്ട് കർത്താവ് തന്നെ അവിടുന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ നല്ല പ്രവൃത്തിയെ കർത്താവ് അവിടുന്ന് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഒന്ന് ചിന്തിക്കും. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 26-7 അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവിടെ താന് കപ്പൽ ഛേദത്തിൽ അകപ്പെടുകയാണ്. അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെടുന്നു. തന്റെ കൂടെ 276 പേരുണ്ട്. അവിടുന്ന് വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞ് താൻ രക്ഷപ്പെട്ട് താനും കൂട്ടരും കൂടെ മെലിത്ത ദ്വീപിൽ വരികയാണ്. അവിടെ വരുമ്പോൾ അടുത്ത പ്രതിസന്ധിയാണ്. തന്റെ കയ്യിൽ അവിടെ തണുപ്പൊക്കെ ആയിട്ട് താൻ വിറകൊക്കെ കൂട്ടി അവിടെ തീ കായുന്ന സമയത്ത് അവിടുന്ന് ഒരു അണലി വന്ന് തന്റെ കയ്യിൽ ചുറ്റുകയാണ്. വേണമെങ്കിൽ ലോകമനുഷ്യരുടെ വാക്കുകളിൽ പറഞ്ഞ വലിയ ഗ്രഹപ്പിഴക്കാരെന്ന് വേണമെങ്കിൽ പറയാം. തന്റെ കയ്യിൽ അണലി ചുറ്റുമ്പോൾ താൻ ആ അണലി എന്ത് ചെയ്യാണ്, കുടഞ്ഞു കളയും. കാരണം തനിക്കൊരു ഉറപ്പുണ്ട്, താൻ ദൈവശബ്ദം കേട്ടതാ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന വലിയൊരു ദൈവശബ്ദം താൻ കേട്ടതാണ്. അതുകൊണ്ട് തനിക്ക് ഒരു ഉറപ്പുണ്ട്, തന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല, തന്നെ കൊണ്ട് ദൈവത്തിന് എന്തോ വലിയ പദ്ധതി ചെയ്യാനായിട്ടുണ്ട്. താൻ അവിടെ അണലി കടിക്കുന്ന സമയത്ത് അവിടെ മെലിത്ത ദ്വീപിലെ ബാർബറിയൻസ്, ബർബർമാർ അവര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇയാളെന്തോ ഗ്രഹപ്പിഴക്കാരനാണ്, എന്തോ ദൈവം പോലും ഇയാളെ കൈവിട്ടു, അതുകൊണ്ട് ഇയാള് ചത്തുപോകുമെന്ന് പറഞ്ഞ അയാളുടെ പൗലോസ് അപ്പോസ്തലന്റെ മരണം കാത്തു കിടക്കുമ്പോൾ അവിടെ തനിക്കൊരു ഉറപ്പുണ്ട്, താന് റോമിൽ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടത്, റോമിൽ ചെന്ന് താന് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണം. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാതെ താൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടത്തില്ല എന്ന് തനിക്ക് വളരെ വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് താൻ രക്ഷപ്പെട്ടു, അണലിയെ കുടഞ്ഞ് തീക്കകത്ത് കിടന്ന്. അത് കഴിയുമ്പോൾ തനിക്ക് വേണ്ടി അവിടെ ദ്വീപ് പ്രമാണിയായിരിക്കുന്ന പുബ്ലിയസിന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് രോഗിയായിട്ട് കിടക്കുന്നു, അദ്ദേഹത്തെ സൗഖ്യമാകും. തുടർന്ന് തനിക്ക് നഷ്ടപ്പെട്ട കപ്പലിൽ തനിക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടത് മുഴുവൻ തനിക്ക് മടക്കി ദൈവം കൊടുക്കുക ചെയ്തു. ഇന്ന് എന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, തുടർന്ന് കാണാൻ പോകുന്ന ഓരോരുത്തരോടും പറയാം, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തീർക്കാൻ ഒരു പിശാചിനും ഒരു തന്ത്രങ്ങൾക്കും ഒന്നിനും സാധിക്കത്തില്ല. ഇന്ന് ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ സമയം നമുക്കില്ലല്ലോ, നമുക്ക് വളരെ മുന്നോട്ട് പോയിരിക്കുന്നല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം വരെ
നല്ലതായ രീതിയിൽ ജീവിച്ചു, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ എന്റെ 30 വയസ്സ് പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ 20 സ്റ്റെപ്പ് ഞാൻ പുറകിലേക്ക് പോകുന്ന അനുഭവം ടീച്ചറുണ്ടാകുക. ആരോ എന്റെ ജീവിതം, അതുവരെ ഞാൻ എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് വേറൊരാള് ഏറ്റെടുക്കുന്ന പോലെ, എന്റെ കൺട്രോൾ, എന്റെ ലൈഫിന്റെ കൺട്രോൾ വേറൊരാൾ ഏറ്റെടുക്കുന്ന പോലെ ഞാൻ ഒന്ന് ചിന്തിക്കുന്നു, ഞാൻ വലത്തോട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കും, വണ്ടി നേരെ എടുത്തോട്ട് പോകുന്ന രീതിയിലേക്ക്. അങ്ങനെ വന്ന് ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട, ജോലി തകർച്ച വന്ന, സാമ്പത്തിക തകർച്ച, മനസ്സ് തകർന്നു, ഒപ്പം തന്നെ ശരീരത്തിൽ ഒത്തിരി രോഗങ്ങളും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ച്? ഞാൻ പഠിച്ചു, വിദ്യാഭ്യാസമുണ്ട്, ഗ്രാജുവേഷൻ കഴിഞ്ഞു, ജോലി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ, എന്തിനാ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ പാസ്പോർട്ടും എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ കത്തിച്ച് കളയാനായിട്ട് പോയതാ. എന്നാൽ ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ? ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്കൊന്ന് കാണണം, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊരു ചിന്ത അറിയത്തില്ല. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴാണ് യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതും ആ ദൈവവചനം വായിക്കാനും. അങ്ങനെ ദൈവവചനം വായിച്ചപ്പോഴാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നമ്മളൊരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന പോലെ ആ ദൈവവചനം വായിച്ചപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച്, എനിക്ക് എന്റെ മാതാപിതാക്കൾക്കും എന്നെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതി ഇല്ലെങ്കിലും എന്നെ ജനിപ്പിച്ചത്, ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടായി വന്നതല്ല, കുരങ്ങിൽ നിന്ന് ഞാൻ പരിണാമം പ്രാപിച്ചുണ്ടായതല്ല, എന്നെ ദൈവം സൃഷ്ടിച്ചതാണ്, ഞാൻ ദൈവത്തിന്റെ കൈപ്പണിയാണ്. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏത് മനുഷ്യനും അല്ലെങ്കിൽ ഏത് കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാകുകയും ഇന്ന് പ്രിയപ്പെട്ടവർ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാക്കി കർത്താവ് തീർത്തു. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, നിങ്ങളുടെ ജീവിതം നിരവധി അനർത്ഥങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഇനി എല്ലാം വഴികളും അടഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല. ആ മോശക്കുഞ്ഞിനെ അപ്പനും അമ്മയും കൂടെ കൊണ്ട് ആ ആറ്റിലെ ആ നദിയിലേക്ക് കൊണ്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ ഇന്ന് ഇനിയിപ്പം എല്ലാം വിധി പോലെ നടക്കട്ടെ, അല്ല തീരട്ടെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ അങ്ങനെ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേ, ഒന്ന് നിന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചു പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ഇന്ന് ഈ എറൈസ് ആൻഡ് ഷൈൻ എന്ന് പറയുന്ന ഈ മീറ്റിംഗ് പോലും ഇവിടെ നടത്തുന്നത് ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സഭയെ ഉയർത്തുവാനോ ഏതെങ്കിലും ദേവദാസന്മാരെ ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഒന്നല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചു പറയാനുള്ള ഒരു കാര്യമാണ്, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. നാം രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ യേശുവിലേക്ക് ആര് നോക്കുന്നുണ്ടോ അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും, നമുക്ക് എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ അറിയാം, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഫാനയിൽ കെട്ടി തൂങ്ങിയിട്ട് അവസാനം കയറ് പൊട്ടി താഴെ വീണിട്ടുണ്ട്. അതുപോലെ മരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. കാരണം എന്താ? ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഒരു നിമിഷം കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഇന്ന് സ്വന്തം മാതാപിതാക്കളാൽ വളരെ നിന്ദിക്കപ്പെട്ട്, കൈവിടപ്പെട്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മാതാപിതാക്കൾ അവർ നിങ്ങളെ കൈവിടുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മക്കൾ നിങ്ങൾ വിചാരിക്കുന്നില്ല അവരുടെ ലൈഫ് മുന്നോട്ട് പോകും. നിങ്ങൾ അവരെ കുറിച്ച് വളരെ സിബിബ്രന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവരെ കുറിച്ച് നിങ്ങൾ വളരെ ഭാരത്തോടെ ആയിരിക്കും, ഇവന്റെ ഭാവി എന്തായിരിക്കും, മോളുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കും പ്രിയ മാതാപിതാക്കൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ഒന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ മകനെ കുറിച്ച്, നിങ്ങളുടെ മകളെ കുറിച്ച് കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. അത് ഈ ദിവസം അത് വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇന്ന് ഈ ഒരു നിമിഷം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയം നമുക്ക് മുന്നോട്ട് പോയല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസൻ സിദുബ്രന്റെ ആ സാക്ഷ്യം പോലെ അനുഭവം, ജീവിത അനുഭവത്തിലൂടെ കടന്നു വന്ന അനേകര് ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം. അവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വിടുവിച്ച, ഞങ്ങളെ രക്ഷിച്ച, ഇന്ന് ഞങ്ങളെ മാനിച്ച, ഇന്ന് ജീവിതത്തിൽ ഒരു കാലത്തും പ്രതീക്ഷയൊന്നുമില്ലാതെ എല്ലാവരും തള്ളപ്പെട്ട, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്ന കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവെ അങ്ങ് അനേകർക്ക് ഒരു അനുഗ്രഹമായി ഉപയോഗിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തകർന്ന കുടുംബജീവിതങ്ങളെ റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ, രോഗികൾ അവിടുന്ന് സൗഖ്യമാകട്ടെ, സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. എന്റെ യേശുവിന് അസാധ്യമായിട്ടത് ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചകളെ എല്ലാം കർത്താവ്
ഉയർച്ചയാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മോശയെ വിടുവിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ 40 ലക്ഷം പേരെ വിടുവിച്ച് വലിയൊരു ലീഡർഷിപ്പിലേക്ക് ഒരു പ്രവാചകനായ ദൈവം അവിടുന്ന് ഉപയോഗിച്ച പോലെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ നിലയിൽ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിൽ ഇവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു റെജി ബ്രദറെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകരോട് ഈ ദൈവവചനം പറയുവാൻ അനേക സ്ഥലങ്ങളിൽ അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നിറച്ച് അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മളെ പറ്റിയുള്ള കർത്താവിന്റെ പദ്ധതി അത് വലുതാണ്, വിശാലമാണ്, ഉന്നതമാണ്, അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഫിയർ നോട്ട്, എറേസ് സൺഷൈൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് സാറ്റർഡേ ആണല്ലോ. 10 മണിക്ക് പ്രൈസ് സാറ്റർഡേ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇന്ന് 8:30 മുതൽ ഇന്നർ ചേംബർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ACV ഉത്സവിലും തങ്ക് ബ്രദർ ശുശ്രൂഷിക്കുന്നതാണ്. അതുകൂടാതെ മെയ് 23 മുതൽ 26 വരെ കട്ടപ്പനയിൽ CSI ഗാർഡൻ സെന്ററിൽ ശാപവിമുക്തി ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. തങ്ക് ബ്രദറും തോമസ് ബ്രദറും റോണക് ബ്രദറും ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രയർ ടവർ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. അവിടുത്തെ ഫോൺ നമ്പർ 0481-230-5555. ഒരിക്കൽ കൂടി 0481-230-5555. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓവർ ടു റോണക് ബ്രദർ. Amen. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ പ്രാർത്ഥിക്കും. സാർ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. Pray that every strongholds will be broken. Amen. In Jesus' name we pray. Amen. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോട്ടകളും നമ്മൾ മനുഷ്യരായി ഉണ്ടാക്കിയ എല്ലാ കോട്ടകളും യേശുവിന്റെ നാമത്തിൽ എല്ലാം let it break down into pieces and let it be destroyed. Let there be freedom in Christ. For you have come to give us freedom, Jesus. Freedom, even though there are tribulations, but in you there is freedom, Jesus. Amen. We pray for the peace. We pray for the inner peace, Jesus. You can give that, Jesus. Amen. We love you so much, Father. Amen. Thank you for this freedom that you have given us. Amen. This liberty you have given us. Amen. Thank you so much, Father. In Jesus' name we pray. Amen. 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 കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. It was glorious. It was led by the Holy Spirit. Truly. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 11 മണിയാകുമ്പോൾ തോമസ് കുട്ടിയങ്ങൾ കർത്താവിന്റെ ചിറകളിൽ നിന്ന് ഒരു വാക്കുമായി വൈകുന്നേരം 8:30 പതിവ് പോലെ തന്നെ നമ്മുടെ കുടുംബയോഗം ഇന്നർ ചേംബേഴ്സ് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ഈ നല്ല പരിശുദ്ധാത്മാവിന്റെ കൂട്ടത്തിൽ ഒരു യാത്രയ്ക്കും കൂടെ പോകാം. ഓൺ റൈസ് ആൻഡ് ഷൈൻ. ഗോഡ് ബ്ലെസ് യു.